അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ് ഇതാ പെരുന്നാൾക്കത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇട്ടത്. നന്നായി പുലർച്ചെ എണീച്ചിട്ടാണ് ഞാൻ അട പിഴിഞ്ഞത്. എനിക്കിതുണ്ടല്ലോ, ഒരു കഷ്ണം തിന്നാഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് അറിയാം. ഇതാ ഇതുമോളുണ്ടല്ലോ നമ്മളൊപ്പാണ്ട് എണീക്കും. പിന്നെ ഇതാ ശർക്കരൻ്റെ അച്ചിയാണിത്. അവൾക്ക് ലേശം മിച്ചർ ഇട്ട് കൊടുത്താണ് ഇട്ടാന്ന് കൊറിക്കാൻ വേണ്ടിയിട്ട്. അവളൊന്നും അവിടെ ടൈൽസ്മേലുണ്ടല്ലോ, ആ ടൈലുമേലൊന്നും ഇരുത്തിയതാണ്. പിന്നെ തേങ്ങ വറുത്ത് പൂവുണ്ടാക്കി പൊടിയൊക്കെ വാട്ടി നമ്മളുണ്ടല്ല കുറച്ച് അട പുഴുങ്ങി. കുറി അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. മൂത്താപ്പാൻ്റെ അടുത്ത് രസം കൊടുത്തയച്ച് തിരുമോൾ കൊണ്ടേ കൊടുത്ത് നമ്മൾ മെതുക്ക് പറ്റിയിട്ടാണ് ഉണ്ടാക്കൽ. നമുക്കൊരു കണക്കാണ്. കയ്യിൻ്റെ ഒരു പിടുത്തം ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പിടുത്തത്തിനുള്ള മാവാണ് നമ്മൾ എടുക്കൽ. ഒരു ഇതിന് ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ വേവിച്ചത്. അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത്. നമ്മൾ മെതുക്ക് പറ്റിയിട്ട് പരത്തണ കാരണം ഉണ്ടല്ല ആടെ അതുപോലെ ഒട്ടിപ്പിടിക്കൂല. നല്ലൊരു കട്ടച്ചായം കൂട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് ഈ കറി. രാവിലെ അതൊരു കഷ്ണം തിന്നാൽ നമുക്കുണ്ടല്ല അന്നത്തെ ദിവസം ഉണ്ടല്ലോ പെരുന്നാൾക്ക് തുണിയും കുപ്പായം മാറ്റിയതിനേക്കാളും ഒരു ഇഷ്ടമാണ് ഈ കരട്ട. ഈ ഒരു അട കഴിക്കാഞ്ഞാൽ നമുക്കുണ്ടല്ലോ, ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നേരം വെളുക്കൂല, ഉറക്ക് കിട്ടൂല സത്യമായിട്ടോ. പിന്നെ ഇങ്ങനെ വിചാരിച്ച് നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് പോകണോ പെരുന്നാൾക്ക്, മോളൊക്കെ പറഞ്ഞ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് കുറച്ച് ചോറ് റെഡിയാക്കിയത്. എന്നാലും ചോറ് ബാക്കിയായിരുന്നു എന്നറിയാം. അടുപ്പത്ത് അരി തീമിട്ടുങ്ങാണ്ടുണ്ടല്ലോ അതിൻ്റെ കൂട്ടിൽ കുറച്ച് ചില്ലി ഉണ്ടാക്കി. നമ്മൾ ചോറ് വെക്കുമ്പോഴുണ്ടല്ലോ മക്കളെ കുറച്ച് ഇറച്ചിട്ടിട്ട് നിങ്ങൾ ചോറ് വെച്ചാൽ മതി കേട്ടോ. അതിന് ആരിറച്ചിയൊക്കെ ഇങ്ങോട്ട് അധികം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു കോഴി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തോരങ്ങൾ എടുത്തുങ്ങാണ്ടുണ്ടല്ല ചില്ലി ഉണ്ടാക്കിക്കോളുണ്ട്. നമ്മൾ കത്രികയായിട്ടുണ്ടല്ലോ അങ്ങനെ വെട്ടിയാൽ മതി. ബിരിയാണിക്കുണ്ടല്ലോ ഒരു തേങ്ങയുടെ ചമ്മന്തി കൂട്ടാൻ നമുക്കൊരു പൊറുതിയോടല്ലേ ഇക്കാരോ. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടാ. പിന്നെ ആ ചില്ലി ഉണ്ടാക്കുമ്പോൾ അതിൽ ലേശം ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പ് ഇട്ട് പിന്നെ ആ വെളിച്ചെണ്ണയിൽ ഇങ്ങോട്ട് കോരിയെടുത്ത് വേപ്പിൻ്റെ ചോറൊക്കെ ഉണ്ട് വിളമ്പിച്ചിങ്ങനെ ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ച് വന്ന് ഒന്ന് മാക്സൊക്കെ മാറ്റി പോകാനുള്ളതല്ലേ. പിന്നെ ഈ തോളൂർ അച്ചാർ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ കാലം മക്കളെ, കൂട്ടി നോക്കണം. ഇത് മിക്സ്ഡ് അച്ചാറാണ് കേട്ടാ. നിങ്ങൾ കണ്ട ഇതിൻ്റെ ചില്ലി ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടാ. ഇവിടുത്തെ കാക്കയുണ്ട്. തിരുമോളതാ പൂവൊക്കെ വെച്ചിക്കണ്. തിരുമോൾക്ക് നമ്മളെ അടുത്തുള്ള അയൽവാസിയിലത്തെ ഒരു കുട്ടി കൊടുത്തയച്ചതാണെന്ന് അറിയാം. ഒരു മോൻ കൊടുത്തയച്ചതാണ് കേട്ടാ. ഇതാ പിന്നെ മോള് മക്കള് ഇതുമോൾ ഇതാ ചിക്കൻ പൊരിച്ചത് ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു. അതിങ്ങനെ ഓരോന്നിങ്ങനെ കൊത്തി തിന്നാണ്. അവൾ ചിക്കൻ്റെ ആളാണെന്ന് അറിയാം. പിന്നെ അതാ നമ്മളോടത്തെ